ഒയിസ്ക ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം സ്കോളർഷിപ്പിന് മുക്കം സ്വദേശിയായ ജവാദ് ബാബു അർഹനായി. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ് ജവാദ് ബാബു. ദക്ഷിണേന്ത്യയിൽ നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന 2 പേരിൽ ഒരാളാണ് ജവാദ് ബാബു. ആ വാർത്ത വീണ്ടും കാണാം. ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ സംഘടനയായ ഒയിസ്ക ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം IEP സ്കോളർഷിപ്പിനാണ് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ ജവാദ് ബാബു അർഹനായത്. പഠനത്തോടൊപ്പം പരിസ്ഥിതി അവബോധം, നേതൃവാസന, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന വിവിധ ഘട്ടങ്ങളിലായുള്ള പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളുടെയും ഒടുവിൽ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരിലൊരാളായാണ് ജവാദ് ജപ്പാനിൽ 2 വർഷത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് അർഹനായത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാകുന്ന് വലിയ മുഖത്ത് മൊയ്തീൻകുട്ടി സക്കീന ദമ്പതികളുടെ മകനായ ജവാദ് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും മികച്ച നിലവാരം പുലർത്തിയിരുന്നു. സോഷ്യൽ അവയർനെസ് ലേണേഴ്സ് ട്രെയിനിംഗ് എന്ന പേരിൽ ഒയിസ്ക സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിശീലനങ്ങൾക്കൊടുവിലാണ് യോഗ്യരായവരെ കണ്ടെത്തുന്നത്. ഇതിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഇത്തവണ 2 പേർക്കാണ് യോഗ്യത നേടാനായത്. സ്കോളർഷിപ്പിന് അർഹത നേടിയതോടെ ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയ്ക്ക് സമീപമുള്ള നക്കോയയിലെ ഒയിസ്ക സീനിയർ ഹൈസ്കൂളിൽ ജവാദ് ബാബുവിന് ഉപരിപഠനം നടത്താനാവും. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയും പ്രോത്സാഹനവും കൊണ്ടാണ് തനിക്ക് ഈ വിജയം നേടാൻ സാധിച്ചതെന്ന് ജവാദ് പറയുന്നു. ദയാപുരം കൾച്ചറൽ ഫോറത്തിന് കീഴിൽ സ്റ്റുഡൻസിനുള്ള ദയാപുരം സ്റ്റുഡൻസ് ഫോറം DSF ഉണ്ടായിരുന്നു. അതിൽ 2 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കുട്ടികളെ ഓർഗനൈസ് ചെയ്യാൻ സ്കൂളിലെ എൻ്റെ തന്നെ ഫ്രണ്ട്സിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രകൃതിപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ദയാപുരം ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒയിസ്കയുടെ തന്നെ ഒയിസ്ക പ്രകൃതിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നു. അപ്പം ഒയിസ്കയുടെ തന്നെ പല കാര്യങ്ങളും, പിന്നെ മാതൃഭൂമിയുടെ സീഡ് എന്ന പരിപാടിയും നടത്തിയിരുന്നു. അതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് കിട്ടാൻ എന്നാണ് എൻ്റെ വിശ്വാസം. പഠനത്തോടൊപ്പം തന്നെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തിയിരുന്ന ജവാദിന് ലഭിച്ച നേട്ടം സ്കൂളിന് കിട്ടിയ അംഗീകാരമാണെന്ന് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഐറിൻ ഉഷ പറഞ്ഞു. ഓൾറൗണ്ടറാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ സിൻസിയറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അത് തന്നെയായിരിക്കും അവൻ്റെ അച്ചീവ്മെൻറ്റും. എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തു, 1 ഇയർ കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ്ങിലൊക്കെ ഷൈൻ ചെയ്തു. അതുകൊണ്ടാണ് അവന് ഈ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഒരു സ്മാർട്ട് ബോയ്. കോഴിക്കോട് ഹോട്ടൽ വ്യാപാരിയായ ബീരാൻകുട്ടിയാണ് ജവാദ് ബാബുവിന്റെ പിതാവ്. മാതാവ് സക്കീന വീട്ടമ്മയാണ്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ ഒരു അംഗീകാരം നേടിയെടുത്ത ജവാദ് ബാബു നാട്ടുകാരുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്.